ചിത്രകലയുടെ ലോകത്ത് എക്കാലവും അറിയപ്പെടുന്ന കൊച്ചിക്കാരനായ എഡ്മണ്ട് തോമസ് ക്ലിൻ്റ് 6 വർഷവും 11 മാസവുമാണ് ഭൂമിയിൽ ജീവിച്ചത്. ഈ പ്രായത്തിനിടയിൽ കുട്ടി വരച്ചത് 25,000 ചിത്രങ്ങളായിരുന്നു. ചോക്ക്, ക്രയോണുകൾ, ഓയിൽ പെയിൻറ്റുകൾ, വാട്ടർ കളറുകൾ എന്നിവ ഉപയോഗിച്ച് ഡ്രോയിങ്ങുകളും പെയിൻറ്റിങ്ങുകളും അവൻ ചെയ്തു. അവൻ ലോകത്തെ കണ്ടത് എങ്ങനെയാണോ അതുപോലെയാണ് അവൻ വരച്ചത്. രാമായണവും മഹാഭാരതവും റോബിൻസൺ ക്രൂസോയുമെല്ലാം അവൻ്റെ കഥാപാത്രങ്ങളാക്കി മാറ്റി. ക്ലിൻ്റിന് മാത്രമല്ല, ഈ ലോകത്ത് ജനിക്കുന്ന ഓരോ കുട്ടിക്കും യുണീക്കായ കഴിവുകളുണ്ട്. അതായത് തനതായ കഴിവുകളുണ്ടെന്നർത്ഥം. അവരവരുടെ കഴിവുകൾ എന്തെന്ന് തിരിച്ചറിയാൻ കുട്ടികളെ പ്രാപ്തരാക്കേണ്ടത് നമ്മൾ അച്ഛനമ്മമാരും അധ്യാപകരുമാണ്. അവരുടെ ജീവിതത്തിൽ അതിനെതിര് നിന്നാൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് മനഃശാസ്ത്രം പറയുന്നു. കേരള സർക്കാർ പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെ കൗമാര ശാരീരിക മാനസിക വിദ്യാഭ്യാസ ട്രെയിനിങ്ങിൻ്റെ സിലബസ് അനുസരിച്ചുള്ള ജീവിത നൈപുണികളെക്കുറിച്ച് വിലപ്പെട്ട അറിവുകളാണ് ഇന്നത്തെ വീഡിയോയിൽ പങ്കുവയ്ക്കുന്നത്. ലെറ്റ്യൂഡ് മോട്ടിവേഷനിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാൻ സുധാചന്ദ്രൻ. കഴിഞ്ഞ വീഡിയോയിൽ ജീവിത നൈപുണി എന്താണെന്ന് പറഞ്ഞിരുന്നു. ജീവിതം ലഹരിയാക്കൂ എന്ന ആശയത്തിൽ ഒരു വ്യക്തിക്ക് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളെയും സന്തുലിതമാക്കി സന്തോഷത്തോടെയും സമാധാനത്തോടെയും ജീവിക്കുവാനുള്ള സ്കിൽ അല്ലെങ്കിൽ നൈപുണി നേടുക എന്നതാണ് ഒരു വ്യക്തിയുടെ വിജയത്തിൻ്റെ അടിത്തറ. മുൻവിധികളും പഴയ കാഴ്ചപ്പാടുകളും മാറ്റാൻ നമുക്ക് സമയമായിരിക്കുന്നു. നമ്മുടെ എല്ലാം ഉള്ളിലൊരു ആന്തരിക ശിശു അല്ലെങ്കിൽ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ട്. നമ്മുടെ ഉപബോധമാണ്. ബാല്യകാലത്തുണ്ടായ പല ദുരന്ത അനുഭവങ്ങളും സങ്കടങ്ങളുമാണ് ജീവിതകാലം മുഴുവൻ ഒരു വ്യക്തിയുടെ ജീവിത വിജയത്തിന് തടസ്സം നിൽക്കുന്ന ഉപബോധ മനസ്സിൻ്റെ എതിർപ്പുകളെന്ന് മനഃശാസ്ത്രജ്ഞനായ കാൾ ജങ് അഭിപ്രായപ്പെടുന്നു. ഓരോ വ്യക്തിയുടെയും ഉള്ളിലെ വേദനിപ്പിക്കപ്പെട്ട ഉപബോധ മനസ്സുമായി സമ്പർക്കം പുലർത്തി വേദനകളെ അഡ്രസ്സ് ചെയ്ത് ജീവിതത്തിലെ ക്ഷേമത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് മനസ്സിലാക്കി കൊടുത്ത് സ്വയം തിരുത്തി വിജയിക്കുവാൻ സഹായിക്കുന്ന പ്രോസസ്സാണ് ഇന്നർ ചൈൽഡ് വർക്ക്. മുതിർന്ന ആളുകൾക്ക് ഇന്നർ ചൈൽഡ് വർക്ക് ചെയ്യിക്കുമ്പോൾ മനസ്സിലാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇന്നിവിടെ ഷെയർ ചെയ്യുന്നത്. കുട്ടിക്കാലത്ത് അച്ഛനമ്മമാരുടെയും മറ്റ് ബന്ധുക്കളുടെയും വാക്കുകളും ചെയ്തികളുമാണ് നമ്മളിൽ പലർക്കും ജീവിതത്തിൽ ഉദ്ദേശിച്ച അത്ര മികവ് നേടാൻ സാധിക്കാതെ പോയതിന് കാരണം. 31 വർഷം കുട്ടികളോടൊപ്പം ചെലവഴിച്ചതിൻ്റെയും കൗൺസിലിംഗ് നടത്തിയതിൻ്റെയും 7 വർഷം സമൂഹത്തിലെ വിവിധ തുറകളിലുള്ളവരോട് തുറന്നു സംസാരിച്ച് ആശ്വാസം പകർന്നു കൊടുത്തതിൻ്റെയും 12 വയസ്സ് മുതൽ 86 വയസ്സ് വരെയുള്ള ആളുകൾക്ക് ഇന്നർ ചൈൽഡ് വർക്ക് ചെയ്തതിൻ്റെയും അവയെല്ലാം വിജയിച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ ചില കാര്യങ്ങളാണ് പറയുന്നത്. കുട്ടിക്കാലത്ത് മക്കളുടെ അടുത്ത് ശ്രദ്ധിച്ച് സംസാരിച്ചില്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത്ര നല്ല ജീവിതം ലഭിക്കില്ല. കുഞ്ഞ് ഒരു കാര്യം ചിന്തിക്കുന്നത് കുഞ്ഞിൻ്റെ മാത്രം രീതിയിലായിരിക്കും. മറ്റുള്ളവരുടെ ആശയങ്ങൾ ശക്തമായി അടിച്ചേൽപ്പിക്കരുത്. എടാ എടി എന്ന് വിളിച്ച് മക്കളെ ഭയപ്പെടുത്തുന്നതും ശകാരിക്കുന്നതും അടിക്കുന്നതും കുട്ടിക്ക് ദോഷം ചെയ്യും. പകരം സ്നേഹത്തോടെ കാര്യങ്ങൾ തുറന്ന് സംസാരിക്കുക. അച്ഛനമ്മമാർക്ക് ദേഷ്യം വരുന്ന സമയം കുട്ടിയുടെ അടുത്ത് നിന്ന് മാറി നിൽക്കുക. 10 മിനിറ്റിന് ശേഷമേ കുട്ടിയോട് സംസാരിക്കാവൂ. മാതാപിതാക്കളുടെ ഫ്രസ്ട്രേഷൻസും ദുഃഖങ്ങളും ദേഷ്യവും പ്രശ്നങ്ങളും കുട്ടിയുടെ ചുമലിലേക്ക് അടിച്ചേൽപ്പിക്കണ്ട. നമ്മുടെ മക്കൾ സന്തോഷത്തോടെ ഇരിക്കണം. ഇനി ഒരു കുഞ്ഞിനും ബാല്യകാലത്തുണ്ടായ പ്രശ്നങ്ങൾ മുഖാന്തരം ജീവിതത്തിൽ നേടാനുള്ളത് നേടാൻ സാധിക്കാതെ വരരുത് എന്നുള്ള നിർബന്ധത്തിലാണ് ഞാൻ ഈ വീഡിയോ സീരീസ് ചെയ്യുന്നത്. അനുഭവമാണല്ലോ പാഠങ്ങൾ തരുന്നത്. അത് ഒരുപാട് പേരുടെ അനുഭവമാണെങ്കിൽ വ്യത്യസ്തമായ കാര്യങ്ങളായിരിക്കും നമുക്ക് ഗ്രഹിക്കാനാവുക. മുതിർന്നവർ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞാൽ കുട്ടിയുടെ ആന്തരിക ശിശുവിലത് വേദനയായി കിടക്കുകയും ആ ഇമോഷൻസ് ജീവിതാന്ത്യം വരെ സമാന സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ട്രിഗർ ചെയ്യുകയും ചെയ്യും. ജീവിത നൈപുണിയിൽ 1-ാം സ്ഥാനം അവനവനെ അറിയുക എന്നതിനാണെന്ന് പറഞ്ഞിരുന്നുവല്ലോ. എല്ലാവരും ഈ ഭൂമിയിൽ ജനിച്ചിട്ടുള്ളത് സ്വന്തം ലൈഫ് പർപ്പസ് അല്ലെങ്കിൽ ജന്മോദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ്.
ജന്മോദ്ദേശമെന്ന് പറയുമ്പോൾ നമ്മൾ സ്കൂളിൽ പഠിച്ച് കോളേജിലെത്തി ഇഷ്ടവിഷയം പഠിച്ച് നേടുന്ന ജോലിയല്ല. വളരെ കുറച്ചു പേർക്ക് മാത്രം സ്വന്തം തൊഴിൽ ചെയ്യുന്നത് ജന്മോദ്ദേശത്തിൻ്റെ ഭാഗമായി വരാറുണ്ട്. നമുക്കും നമ്മുടെ കുടുംബത്തിനും മാത്രമല്ല, സമൂഹത്തിനും കൂടി ഉപകാരപ്പെടുന്ന ഒന്നാണ് ജന്മോദ്ദേശമായി വരുന്നത്. എന്തായാലും ഭൂമിയിൽ മനുഷ്യനായി ജനിച്ചവരെല്ലാം തൻ്റെ ജന്മലക്ഷ്യം നേടാനുള്ള വഴിയിൽ തന്നെയാണ്. ജീവിത ലക്ഷ്യം പ്രധാനമായിരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് നോക്കാം. നിങ്ങൾക്ക് ആത്മാർത്ഥമായി തോന്നിയ ചില നിമിഷങ്ങൾ, നിങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെട്ട് എല്ലാം മറന്നിരുന്ന് ജോലി ചെയ്യുന്നുണ്ടാവാം. അത് നിങ്ങളുടെ പാഷനുള്ള കാര്യം ബേണിംഗ് ഡിസയറോടുകൂടി ചെയ്യുന്നതാണ് എങ്കിൽ നിങ്ങൾ മറ്റൊന്നും ആലോചിക്കില്ല. ചെയ്യുന്ന കാര്യത്തിൽ തന്നെ പരിപൂർണ ശ്രദ്ധ കൊടുത്തുകൊണ്ടേയിരിക്കും. ചെയ്യുന്ന കാര്യം വളരെ പെർഫെക്റ്റ് ആവുകയും ചെയ്യും. നിങ്ങൾക്ക് സന്തോഷവും സംതൃപ്തിയും ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകുന്ന ഒരു കാര്യം വീണ്ടും വീണ്ടും ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യം തോന്നിക്കൊണ്ടേയിരിക്കും. അതായിരിക്കും നിങ്ങളുടെ ആത്യന്തികമായ ലക്ഷ്യം. അതായത് നിങ്ങൾക്ക് ഒരു ഉൾവിളി ഉണ്ടാകുന്ന കാര്യമായിരിക്കും നിങ്ങളുടെ ജന്മോദ്ദേശം. അത് നിങ്ങൾക്ക് അഭിനിവേശം ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. അതുകൊണ്ട് കുട്ടികൾക്ക് സ്വയം ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ ഒരിക്കലും തടസ്സം നിൽക്കരുത്. പലതവണ അത് ചെയ്ത് അതിൽ പ്രാക്ടീസ് നേടിയായിരിക്കും കുട്ടി അതിൻ്റെ വിജയത്തിലേക്ക് എത്തുക. കാരണം അത് അവരിൽ ജന്മസിദ്ധമായി കിട്ടിയിരിക്കുന്ന ജന്മോദ്ദേശം നടപ്പിലാക്കാനുള്ള കഴിവാണ്. വീഡിയോ സീരീസ് തുടരും. സ്റ്റേ ട്യൂൺഡ്. കൂടുതൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്ന മുറയ്ക്ക് ലഭിക്കാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ബെൽ ബട്ടൺ കൂടി അമർത്തുക. ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും എഴുതുന്ന കമൻറ്റുകളാണ് എൻ്റെ ശക്തി. താങ്ക് യു.